ഇലക്ട്രിസിറ്റി ബോർഡ് 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. വീണ്ടും മൂന്നാമത് വീണ്ടും കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായി വരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി. 1 യൂണിറ്റിന് 20 പൈസ നിങ്ങൾക്ക് കുറച്ചു തന്നു. അന്ന് ആകെ ഉണ്ടായിരുന്ന നഷ്ടം 1000 കോടി രൂപയായി. ഈ 8 കൊല്ലം കൊണ്ട് വൈദ്യുതി ബോർഡിന്റെ നഷ്ടം എത്രയായി? 45,000 കോടിയായി. ഞാൻ പറഞ്ഞു അത്രേ പറ്റിയുള്ളൂ. എന്നിട്ട് അതിന്റെ പാപഭാരം മുഴുവൻ ആർക്കാ? സാധാരണക്കാരായ നമ്മൾക്ക്. വെള്ളക്കര 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. കിട്ടാവുന്നത് മുഴുവൻ പിഴിഞ്ഞെടുക്കുക. ആളുകൾക്കൊന്നും നൽകുന്നില്ല. പെൻഷൻകാർക്കും ജീവനക്കാർക്കും കൊടുക്കാനുള്ളത് 40,000 കോടിയാണ്. 5 പൈസ സർക്കാരിന്റെ കയ്യിലില്ല. എന്നിട്ടും ദൂർത്താണ്. സർക്കാർ ഭരിക്കാൻ മറന്നുപോയിരിക്കുന്നു. സർക്കാർ മന്ത്രിമാർ ബുധനാഴ്ച മാത്രം തിരുവനന്തപുരത്ത് വന്ന് തിരിച്ചുപോയ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. നമ്മൾ ഈ വിജയം, ഈ പാലക്കാട്ടത്തെ വിജയം ഒരു സംശയവും വേണ്ട, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൊടുങ്കാറ്റ് പോലുള്ള ഒരു തിരിച്ചുവരവ് 2026 ഉണ്ടാകും എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ഇവിടെ എന്റെ സ്നേഹിതന്മാർ CPC വിശ്വനാഥും CPK ഫിറോസും എല്ലാം സംസാരിച്ചു. ഞാൻ ദീർഘമായ പ്രസംഗത്തിനൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ ശ്രീ ഷാഫി പറമ്പിൽ, പ്രത്യേകിച്ച് എനിക്കും വിശ്വനാഥനും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വലങ്കയായിരുന്നു ഷാഫി പറമ്പിൽ. പക്ഷെ പ്രത്യേകമായ സാഹചര്യത്തിൽ അദ്ദേഹം വടകര പാർലമെന്റിൽ നേടി. ഞങ്ങളുടെ വലങ്കൈ, എന്റെയും വിഷ്ണുവിന്റെയും എല്ലാം വലങ്കൈ നഷ്ടപ്പെട്ടപ്പോൾ അതിന് പകരമാണ് പാലക്കാട് ഞങ്ങൾ പ്രിയങ്കരനായ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഈ അടൂരിന്റെ പ്രിയപുത്രൻ, ഞാൻ ഇനി അങ്ങനെ പറയില്ല, കേരളത്തിന്റെ പ്രിയപുത്രൻ. ഇനി അതാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പിന്തുണയും രാഹുലിന്റെ എല്ലാ സമയത്തും ഉണ്ടാകണം. കേരളത്തിലെ ഒരു മികച്ച പാർലമെന്റേറിയനായി മാറാൻ രാഹുലിന് കഴിയും എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഈ സർക്കാരിന്റെ തെറ്റായ കാര്യങ്ങൾക്കെതിരായി കേരളത്തിന്റെ നിയമസഭയിൽ ശ്രീ രാഹുലിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കും എന്നെനിക്കറിയാം. പാലക്കാടൻ ജനതയെ പോലെ നിങ്ങളും അടൂരിലെ ജനങ്ങളും രാഹുലിനെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ്. ഈ യുവ നേതാവ് കേരളത്തിന്റെ ഭാഗ്യമായി മാറട്ടെ, കേരളത്തിന്റെ അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ നിങ്ങൾ ഹൃദയപൂർവ്വം നൽകുന്ന ഈ മനോഹരമായ സ്വീകരണ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.